നമുക്ക് നേരെ ഇടുക്കിയിലേക്ക് ജെയിനിസ് രാജു കൊണ്ടുവരുന്നതുമായി. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയുടെ സ്ഥിതി എന്താണ്? മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ടോ? രാത്രി യാത്രകളുടെ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണോ? മോത്തി, മഴയുണ്ട്. അതിശക്തമാണെന്ന് പറയാൻ കഴിയില്ല. ഈ രാവിലെ മുതൽ തന്നെയാണ് മഴ ആരംഭിച്ചത്. രാത്രി അത്ര മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ രാവിലെ മുതൽ മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ രാത്രി നിയന്ത്രണം തുടരുകയാണ്. ഇതോടൊപ്പം തന്നെ ഇന്ന് ഓറഞ്ച് അലർട്ട് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ചില കൂടുതൽ നിയന്ത്രണങ്ങൾ കൂടി ഉണ്ട്. ഓറഞ്ച് ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങൾ അത് ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ജലവിനോദങ്ങൾ, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന സാഹസിക വിനോദ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവ പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഈ മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പുള്ള പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരം വീണും മണ്ണിടിഞ്ഞുമൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. തോട്ടം മേഖലയിലാണ് പ്രധാനപ്പെട്ടത്. ഏലത്തോട്ടത്തിലൊക്കെ നിറയെ മരങ്ങളുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മരം കടപുഴകി വീണും മരച്ചില്ലകൾ വീണുമൊക്കെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അഗ്നിരക്ഷാ സേനയാണ് ഇത് നീക്കം ചെയ്യുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവർ സ്വാഭാവികമായും വരും മണിക്കൂറുകളിലും അത്തരം സാധ്യതകളുണ്ട്. അതുകൊണ്ട് ചില പാതകളിലെങ്കിലും ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഡാമിലെ ജലനിരപ്പൊന്നും ആശങ്കാജനകമായ രീതിയിലൊന്നും ഉയർന്നിട്ടില്ല. കാരണം വേനൽ മഴ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഡാമുകളിലെ ജലനിരപ്പൊക്കെ വളരെ താഴെയാണ്. ചെറിയ ഡാമുകളുടെ ഷട്ടറുകൾ പോലും ഇതുവരെ ഉയർത്തേണ്ടി വന്നിട്ടില്ല. മൂത്തി.